ഹായ് സ്റ്റുഡൻസ്. അപ്പോൾ തീർച്ചയായും നമുക്കറിയാം, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ആരെക്കുറിച്ചാണെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാം. ഇതൊരു റിയാക്ഷനിൽ പുറത്തേക്ക് വിടുന്ന എനർജി, അല്ലെങ്കിൽ നമ്മൾ അയാളെ വിളിച്ച പേര് എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ എന്നാണ് വിളിച്ചത്. അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾ കെമിസ്ട്രിയിലും തെർമോഡൈനാമിക്സ് പഠിക്കുന്നുണ്ട്, അതേപോലെ തന്നെ ഫിസിക്സിലും ഏറെക്കുറെ തെർമോഡൈനാമിക്സ് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ രണ്ടും ഏകദേശം ഒരേപോലെ തന്നെയാണ്, ചെറിയ ചില മാറ്റങ്ങൾ മാത്രമേ ഉള്ളൂ. ലൈക്ക് നിങ്ങൾക്കറിയാം ഹീറ്റ് ഓഫ് സറൗണ്ടിങ്ങിലേക്ക് പോവുകയാണെങ്കിൽ നമ്മൾ നെഗറ്റീവ്, എന്നാൽ ഫിസിക്സിൽ വരുമ്പോൾ പോസിറ്റീവ്, ഇതിന്. അപ്പോൾ അങ്ങനെയുള്ള ചില സൈൻ കൺവെൻഷൻ്റെ പ്രശ്നങ്ങൾ അവിടെയുണ്ട്. ഓക്കെ, അത് മാത്രം ഒന്ന് ടാക്കിൾ ചെയ്താൽ മതി. ബാക്കി ഏറെക്കുറെ നമ്മൾ രണ്ടും ഒരേ ലൈനിൽ തന്നെയാണ് പോകുന്നത്. ബട്ട് അവിടെ ഫിസിക്സിൽ പഠിക്കാത്തൊരു കാര്യമാണ് നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ എൻതാൽപ്പി ഓഫ് റിയാക്ഷനെ കുറിച്ചിട്ടാണ്. ആസ് യു സീൻ ഇൻ ലാസ്റ്റ് ക്ലാസ്സസ്, നമ്മൾ തീർച്ചയായിട്ടും നേരത്തെ ക്ലാസ്സസിൽ കണ്ടതുപോലെ എന്താണ് ഒരു എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരു റിയാക്ഷൻ നടക്കുമ്പോൾ റിലീസ് ചെയ്യപ്പെടുന്ന എനർജിയെ നമ്മൾ വിളിച്ച പേരാണ് എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ. ആസ് യു നോ, വി ഹാവ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് റിയാക്ഷൻസ് ഉണ്ട്, നമുക്ക് പലതരത്തിലുള്ള റിയാക്ഷൻസ് ഉണ്ട്. അപ്പോൾ ആ ഓരോ റിയാക്ഷനിലും പുറത്തേക്ക് വിടുന്ന ആളെ നമുക്ക് വേണമെങ്കിൽ ഒരു പർട്ടിക്കുലർ പേര് കൊടുത്ത് വിളിക്കാം. ലൈക്ക് നമ്മൾ ഒരുപാട് കേസ് അങ്ങനെ കണ്ടു കഴിഞ്ഞു. ഇപ്പോൾ ഉദാഹരണം എൻതാൽപ്പി ഓഫ് വേപ്പറൈസേഷൻ അല്ലേ, അപ്പോൾ എൻതാൽപ്പി ഓഫ് ഫ്യൂഷൻ, എൻതാൽപ്പി ഓഫ് സബ്ലിമേഷൻ, isn't it? ആൻഡ് above all, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ പറഞ്ഞൊരു കാര്യം നിങ്ങൾ എല്ലാവരും ഓർക്കുന്നുണ്ടാവും, എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ എന്നൊരു ക്രൈറ്റീരിയയും നമ്മളെല്ലാവരും ഓർക്കുന്നുണ്ടാവും, isn't it? അപ്പോൾ അതിനെക്കുറിച്ചുള്ള കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു പുതിയ ടേമിലേക്കാണ് അവസാനമായി എത്തി നിൽക്കുന്നത്. ആ ടേം ഏതാണെന്ന് നമുക്ക് എല്ലാവർക്കും, സോ വി ഹാവ് ഡിസ്കസ് ലാസ്റ്റ് ഒരു 5 minutes നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു അയാൾ ആരാണെന്ന്. തീർച്ചയായും നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാം. ആസ് യു ഹവ് സീൻ ഇൻ ദ പോട്ട്, ഇറ്റ് ഈസ് നത്തിങ് എൽസ് കോൾഡ് എൻതാൽപ്പി ഓഫ് കമ്പസ്റ്റൻ. ഓക്കെ, അപ്പോൾ നോക്കൂ, നമ്മൾ എൻതാൽപ്പി ഓഫ് വേപ്പറൈസേഷൻ പറഞ്ഞതുപോലെ തന്നെയാണ് എൻതാൽപ്പി ഓഫ് കമ്പസ്റ്റൻ എന്ന് പറയുന്നത്. വേറൊന്നുമല്ല, ഒരു കമ്പസ്റ്റൻ റിയാക്ഷൻ നടക്കുമ്പോൾ അവിടുന്ന് റിലീസ് ചെയ്യപ്പെടുന്ന എനർജി. നോക്കൂ, ഞാനിവിടെ പറഞ്ഞൊരു വാക്ക് റിലീസ് എന്നാണ്. ഓക്കെ, എപ്പോഴും നമ്മൾ ഓർക്കേണ്ടത് ഒരു കമ്പസ്റ്റൻ റിയാക്ഷൻ എന്നുള്ളത് എക്സോതെർമിക് ആയിട്ടുള്ള റിയാക്ഷനാണ്, isn't it? അപ്പോൾ കമ്പസ്റ്റൻ എന്ന് നമ്മുടെ ഒരു ക്വസ്റ്റ്യനകത്തുണ്ടെങ്കിൽ നമ്മൾ അറിയണം അവിടെ നമുക്ക് കിട്ടുന്നത് ഹീറ്റ് റിലീസാണ്. ഓക്കെ, എൻതാൽപ്പി ഓഫ് കമ്പസ്റ്റൻ എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും നെഗറ്റീവാണ്. സോ പ്ലീസ് ട്രൈ ടു റിമെമ്പർ ദാറ്റ്. ഓക്കെ, സോ പ്ലീസ് ട്രൈ ടു റിമെമ്പർ ദാറ്റ് എൻതാൽപ്പി ഓഫ് കമ്പസ്റ്റൻ, isn't it? എപ്പോഴും എക്സോതെർമിക് ആണ്. അവിടെ എന്ത് ചെയ്യപ്പെടുകയാണ്? എനർജി റിലീസ് ചെയ്യപ്പെടുകയാണ്, isn't it? അപ്പോൾ അങ്ങനെ കമ്പസ്റ്റൻ നടക്കുമ്പോൾ എത്രത്തോളം എനർജി റിലീസ് ചെയ്യുന്നു അതിനെയാണ് നമ്മൾ എന്ത് പേര് പറഞ്ഞത്? എൻതാൽപ്പി ഓഫ് കമ്പസ്റ്റൻ എന്ന് പറഞ്ഞത്. പക്ഷെ അങ്ങനെ പറയുമ്പോൾ നമ്മളൊരു റഫായിട്ട് അങ്ങ് പറയുകയാണ് അല്ലേ, ഒരു കറക്റ്റ് ഒരു ചില ടേംസ് ഒക്കെ ഉൾപ്പെടുത്തി തന്നെ പറയണം. കാരണം നമുക്കറിയാം യൂണിറ്റ് വളരെ ഒരു ഡിസൈഡിങ് ഫാക്ടറാണ് ഇവിടെ അല്ലേ. അപ്പോൾ നമ്മൾ വെറുതെ ഒരു ഒഴുക്കം മട്ടിൽ ഇങ്ങനെ അങ്ങ് പറഞ്ഞു പോയിട്ട് കാര്യമില്ല. സോ വാട്ട് വി റിക്വയർഡ് ദെയർ ടു സ്റ്റോപ്പ് എന്നാണ് നമ്മൾ പറയണമെന്ന് ചോദിച്ചാൽ, സി as I have shown in the board, തീർച്ചയായും ഞാൻ ബോർഡിൽ കാണിച്ചിട്ടുണ്ട്. എന്താണ് അതിൻ്റെ ഡെഫിനിഷൻ നോക്കൂ. ഇറ്റ് ഈസ് ദി എനർജി റിലീസ്ഡ്, isn't it? So combustion is the amount of heat evolved. So definitely you can see that amount of heat evolved when 1 mole of a substance, isn't it, undergoes complete combustion, is completely burned to form the product. അങ്ങനെ പറയുന്നു. അപ്പോൾ ഇവിടെ കംപ്ലീറ്റ് കമ്പസ്റ്റൻ ആയിരിക്കണം, isn't it? പക്ഷേ ഇവിടെ ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് വെറും എൻതാൽപ്പി ഓഫ് കമ്പസ്റ്റൻ എന്നല്ല, സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് കമ്പസ്റ്റൻ ആണ്. അപ്പോൾ നമ്മൾ നേരത്തെ കഥകളിലൊക്കെ പറഞ്ഞതുപോലെ സ്റ്റാൻഡേർഡ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ദ റിയാക്ഷൻ ഷുഡ് ബി ക്യാരിഡ് ഔട്ട് അണ്ടർ സ്റ്റാൻഡേർഡ് കണ്ടീഷൻ. നിങ്ങൾക്കറിയാം സ്റ്റാൻഡേർഡ് കണ്ടീഷൻ എന്താണെന്ന്. 298 Kelvin, isn't it? ആൻഡ് 1 atm, അതിനെയാണ് നമ്മൾ സ്റ്റാൻഡേർഡ് കണ്ടീഷൻ എന്ന് പറയുന്നത്. അതുമാത്രമല്ല, നമ്മുടെ കോമ്പൗണ്ട്സും അതുപോലെ ഇവിടെയുള്ള റിയാക്ടൻസും പ്രൊഡക്ട്സും എല്ലാം എന്തായിരിക്കണം? സ്റ്റാൻഡേർഡ് കണ്ടീഷൻ ആയിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് കമ്പസ്റ്റൻ എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ എന്താണ് ഡെഫിനിഷൻ ഓഫ് എൻതാൽപ്പി ഓഫ് കമ്പസ്റ്റൻ? എന്താണ് ഡെഫിനിഷൻ ഓഫ് സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് കമ്പസ്റ്റൻ? കുട്ടികളെ നിങ്ങൾ തന്നെ പറയൂ. Okay, you tell me, what is enthalpy of combustion? It is the heat evolved during the combustion of a substance, isn't it? Combustion of 1 mole of a substance.
That is called enthalpy of combustion. But in case suppose ask with you, the standard enthalpy of combustion എന്താണെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾ പറയേണ്ട ചെറിയ ചില മാറ്റങ്ങളോട് പറയുക. It is the heat evolved, isn't it, under standard condition when 1 mole of a substance undergoes complete combustion to form products of their standard form, isn't it? അപ്പോൾ അങ്ങനെ പറയുമ്പോൾ എന്തായി, രണ്ടാമത്തെ ആൾ ഡെഫിനേഷനുമായി. ഇപ്പോൾ ഉദാഹരണം നമുക്ക് എന്ത് ചെയ്യാം, പല കേസും പല എക്സാമ്പിൾ എഴുതാം. ലൈക്ക് നോർമലി നമ്മൾ എഴുതുന്നത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങളോട് കാണിച്ചിരുന്നു. വേറൊന്നുമല്ല, നമുക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു കോമ്പൗണ്ടിനെ കൺസിഡർ ചെയ്യാം. വേറൊന്നുമല്ല കുട്ടികളെ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന CH4 ഞാൻ കൺസിഡർ ചെയ്യുകയാണ്. സി ടു ദാറ്റ്. അപ്പോൾ CH4 ഓക്കെ, അയാൾ റിയാക്ട് ചെയ്യുന്നു. സോ ഈസ് റിയാക്ടിങ് വിത്ത് ഓക്സിജൻ. നോക്കൂ, ഈ ഓക്സിജനുമായിട്ടുള്ള റിയാക്ഷനെയാണ് നമ്മൾ എന്ത് പേര് പറയുന്നത്, കമ്പസ്റ്റൻ എന്ന പേര് പറയുന്നത്. സോ പ്ലീസ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് all of you. And what the product we need to get, all of you please see to that, we are getting CO plus H2O. ഓക്കെ, കുട്ടികൾ എല്ലാവരും ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇവിടെ ഞാൻ എൻ്റെ ക്വസ്റ്റ്യനകത്ത് എഴുതിയിരിക്കുന്നത് നമുക്ക് കിട്ടിയത് CO and H2O ആണെന്ന്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ റിലീസ് ചെയ്യപ്പെടുന്ന എനർജിയെ ഒരിക്കലും എൻതാൽപ്പി ഓഫ് കമ്പസ്റ്റൻ എന്ന് പറയാൻ പറ്റത്തില്ല. കാരണം ഒരു കംപ്ലീറ്റ് കമ്പസ്റ്റൻ എന്ന് പറയുമ്പോൾ ഒരിക്കലും അവിടെ കാർബൺ മോണോക്സൈഡ് നമ്മുടെ പ്രൊഡക്റ്റ് അല്ല. ഓക്കെ, സോ ഈ റിയാക്ഷനെ നമുക്കൊരിക്കലും, ഈ റിയാക്ഷനിൽ റിലീസ് ചെയ്യപ്പെടുന്ന എനർജിയെ നമുക്കൊരിക്കലും എന്ത് വിളിക്കാൻ പറ്റില്ല, എൻതാൽപ്പി ഓഫ് കമ്പസ്റ്റൻ എന്ന് വിളിക്കാൻ പറ്റത്തില്ല. എന്തുകൊണ്ട് പറ്റത്തില്ല? കാരണം ഇവിടെ കിട്ടിയ പ്രൊഡക്റ്റ് ആരാണ്ടേ, കാർബൺ മോണോക്സൈഡ് ആണ്. എന്താ കുട്ടികളെ കാർബൺ മോണോക്സൈഡിന്റെ പ്രശ്നം എന്താ? കാർബൺ മോണോക്സൈഡ് ഒരിക്കലും കംപ്ലീറ്റ് കമ്പസ്റ്റൻ മുഖേന ഉണ്ടാവുന്ന പ്രൊഡക്റ്റ് അല്ല, അത് ഒരു പാർഷ്യൽ കമ്പസ്റ്റൻ മുഖേന ഉണ്ടാകുന്ന പ്രൊഡക്റ്റാണ്. അപ്പോൾ അവിടുന്ന് റിലീസ് ചെയ്യപ്പെടുന്ന ഹീറ്റ് കംപ്ലീറ്റ് ഹീറ്റ് അല്ല, അതിനെ നമുക്ക് ഒരിക്കലും എന്തെന്ന് വിളിക്കാൻ പറ്റില്ല, അൾട്ടിമേറ്റ് വാല്യൂ ഓഫ് ഹീറ്റ് ഓഫ് കമ്പസ്റ്റൻ എന്ന് പറയാൻ പറ്റത്തില്ല. അപ്പോൾ ദാറ്റ് ഈസ് നോട്ട് പോസിബിൾ. ദെൻ വാട്ട് ദ ചേഞ്ച് വി നീഡ് ടു ഡു ദെയർ? നോക്കൂ കുട്ടികൾ, നമ്മൾ ചെയ്യേണ്ട ചേഞ്ച് വേറൊന്നുമല്ല, CO2 ഗീവ്സ് കാർബൺ ഡൈ ഓക്സൈഡ് പ്ലസ് H2O, ഇങ്ങനെ എഴുതേണ്ടത്. ഓക്കെ, അപ്പോൾ ഇവിടെ CH4 നിങ്ങൾക്കറിയാം ഗ്യാസ് ആണ്, ഓക്സിജൻ ഗ്യാസ് ആണ്, കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് ആണ്, വാട്ടർ ലിക്വിഡ് ആണ്, ഇസന്റ് ഇറ്റ്? ഈ ഒരു സ്റ്റാൻഡേർഡ് കണ്ടീഷൻസ് ഒക്കെ നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നോക്കൂ, നമ്മളുടെ ഇക്വേഷൻ നമ്മൾ നോക്കുമ്പോൾ 1 മോൾ CH4 ആണ്. അപ്പോൾ 1 മോൾ CH4 റിയാക്ടിങ് വിത്ത് ഹിയർ വി ഹാവ് CO2 ആൻഡ് നെക്സ്റ്റ് വി ഹാവ് 2 H2O ആൻഡ് ദെൻ വി ഹാവ് 3 how much O2 will come here? 2 O2 will come here. അല്ലേ? അപ്പോൾ CH4 റിയാക്ടിങ് വിത്ത് 2 O2 ഗീവ്സ് കാർബൺ ഡൈ ഓക്സൈഡ് പ്ലസ് 2 H2O. ഈ റിയാക്ഷൻ നോക്കൂ, ഇതൊരു ബാലൻസ്ഡ് ഇക്വേഷൻ ആണ്. ഇത് ആരുടെ കമ്പസ്റ്റൻ ആണ്? 1 മോൾ ഓഫ് CH4 കമ്പസ്റ്റന് വിധേയമാകുമ്പോൾ നമുക്ക് കിട്ടി. അപ്പോൾ ഇവിടെ കിട്ടിയ എനർജി, ലെറ്റ് മീ സേ ദാറ്റ് ഇവിടെ കിട്ടിയ എനർജി എന്ന് പറയുന്നത് ഡെൽറ്റ H ഇസ് ഈക്വൽ ടു -300 കിലോ ജൂൾ. സോ can you call this as enthalpy of combustion of methane? Yeah, definitely നമുക്ക് ഇയാൾ എന്ത് വിളിക്കാം? ഹീറ്റ് ഓഫ് കമ്പസ്റ്റൻ ഓഫ് മീഥേൻ എന്ന് പറയാം, എൻതാൽപ്പി ഓഫ് കമ്പസ്റ്റൻ ഓഫ് മീഥേൻ എന്ന് പറയാം. എന്തുകൊണ്ട് പറയാം കുട്ടികളെ? കാരണം ഇവിടെ 1 മോൾ മീഥേൻ ആണ്, isn't it? 1 മോൾ മീഥേൻ ആണ്. എന്നാൽ നേരെ തിരിച്ച് അവർ അതിന് പകരം ഇങ്ങനെ എഴുതുകയാണ്. ലിസൺ all of you, they are giving you like this. നോക്കൂ, അവർ തരുന്ന റിയാക്ഷൻ അടുത്തത് 2CH4 പ്ലസ് 4O2 gives you, okay, 2 carbon dioxide plus we have a 4H2O എന്ന് തരികയാണ്. അപ്പോൾ ഇങ്ങനെ തരുമ്പോൾ നിങ്ങൾക്കറിയാം ആ റിയാക്ഷനും ഇതും നിങ്ങൾ കമ്പയർ ചെയ്യുമ്പോൾ അതിൻ്റെ ഇരട്ടിയാണ് ഈ റിയാക്ഷൻ. അപ്പോൾ ഇവിടെ റിലീസ് ചെയ്യപ്പെടുന്ന എനർജി തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഡെൽറ്റ എച്ച് എന്ന് പറയുന്നത് -600 ആയിരിക്കും, 6000 ആയിരിക്കും. Can I call എനിക്ക് ഇയാളെ എൻതാൽപ്പി ഓഫ് കമ്പസ്റ്റൻ ഓഫ് മീഥേൻ എന്ന് പറയാൻ പറ്റുമോ? പറ്റൂല. കാരണം ഇവിടെ കമ്പസ്റ്റന് വിധേയമായത് 2 മോളിക്യൂൾസ് ഓഫ് CH4 ആണ്. അപ്പോൾ ഈ കിട്ടിയ എൻതാൽപ്പി ഓഫ് കമ്പസ്റ്റൻ 2 CH4 ആണ്. അപ്പോൾ 2 മോൾ CH4 ആണ്. പക്ഷെ നമുക്കെപ്പോഴും കമ്പസ്റ്റൻ്റെ വാല്യൂ പറയുമ്പോൾ 1 മോളിനാണ് പറയേണ്ടത്. അപ്പോൾ ഇവിടെ 2 പേർക്കല്ലേ നമുക്ക് -6000 കിട്ടിയത്. അപ്പോൾ ഒരാൾക്ക് എത്രയായിരിക്കും കുട്ടികളെ? ഇറ്റ് വിൽ ബി -3000. That's what we got from there, isn't it? അപ്പോൾ എന്താണ് enthalpy of combustion? So please try to understand all of you. It is the heat evolved when 1 mole of a substance undergoes complete combustion. എന്താണ് സ്റ്റാൻഡേർഡ് enthalpy of combustion?
it is the heat evolved under standard condition when 1 mole of a substance undergoes complete combustion. And is it possible to write carbon dioxide in the product side? No, it is not possible to write carbon dioxide in the product side. No, carbon monoxide in the product side, because carbon monoxide എന്ന് പറയുന്നത് ഒരിക്കലും കംപ്ലീറ്റ് കമ്പസ്റ്റൻ മുഖേന ഉണ്ടാവുന്നതല്ല, പാർഷ്യൽ കമ്പസ്റ്റൻ മുഖേന ഉണ്ടാവുന്നത്. അപ്പോൾ കമ്പസ്റ്റൻ്റെ പ്രൊഡക്ട്സ് ഡെഫിനറ്റ്ലി എന്ത് തന്നെ ആയിരിക്കണം കുട്ടികളെ? കാർബൺ ഡയോക്സൈഡ് ആൻഡ് വാട്ടർ ആയിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് അയാളെ കംപ്ലീറ്റ് കമ്പസ്റ്റൻ എന്ന് പറയാൻ പറ്റുള്ളൂ. ഇസ്ന്റ് ഇറ്റ്? ദെൻ അടുത്ത് നമ്മൾ ഓർക്കേണ്ട പോയിന്റ്, ഈ എൻതാൽപ്പി ഓഫ് കമ്പസ്റ്റൻ എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും നമ്മൾ എന്തായിട്ടാണ് കൺസിഡർ ചെയ്തത്? നിങ്ങൾക്കറിയാം, എക്സോതെർമിക് ആണ്. സോ പ്ലീസ് ട്രൈ ടു കീപ് ദാറ്റ് ഇൻ മൈൻഡ്. ഓക്കെ, സോ നൗ ഇവിടെ നമ്മൾ ഈ റിയാക്ഷൻ നടത്തി. ഓക്കെ, നമ്മൾ റിയാക്ഷൻ നടത്തിയപ്പോൾ നമുക്കറിയാം 1 മോളിൽ നിന്നാണ് നമുക്ക് -3000 കിട്ടിയത്. കുട്ടികളെ നോക്കൂ, നമുക്ക് 1 മോൾ മീഥെയിനിൽ നിന്നാണ് നിങ്ങൾക്ക് എത്ര കിട്ടിയത്? 3000 കിലോ ജൂൾ എനർജി കിട്ടിയെന്ന് വിചാരിക്കുക. നമുക്കറിയാം 1 മോൾ മീഥെയിൻ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം എത്ര ഗ്രാം കുട്ടികളെ? 16 ഗ്രാം ആണ്. 1 മോൾ മീഥെയിൻ നമുക്ക് എല്ലാവർക്കും അറിയാം 16 ഗ്രാം ആണ്. അപ്പോൾ 16 ഗ്രാമിന് നമുക്ക് കിട്ടുന്ന എനർജി എന്ന് പറയുന്നത് 3000 ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ ഒരു ഫാക്ടർ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. വാട്ട് ഈസ് ദാറ്റ് ഫാക്ടർ? ആസ് ഐ ടോൾഡ് ഇൻ ലാസ്റ്റ് ക്ലാസ്, 1 ഗ്രാമിൽ നിന്നും എത്ര എനർജി കിട്ടും? അപ്പോൾ 16 ഗ്രാമിൽ നമുക്ക് 3000 കിലോ ജൂളല്ലേ കിട്ടിയത്. അങ്ങനെയാണെങ്കിൽ 1 ഗ്രാമിൽ നിന്നും കുട്ടികളെ നമുക്ക് എത്ര കിട്ടും? ഡെഫിനറ്റ്ലി ക്യാൻ സീ ദാറ്റ് 3000 ഡിവൈഡഡ് ബൈ വാട്ട് കംസ് ദിയർ 16. ഈ കിട്ടിയ 1 ഗ്രാമിൽ നിന്നും നമുക്ക് എത്രത്തോളം എനർജി അവിടെ പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ടോ അതിന് നമ്മൾ പറയുന്ന പേരാണ് വാട്ട് വി സേ ഫോർ ദാറ്റ് ഇറ്റ് ഈസ് കോൾഡ് എസ് കലോറിഫിക് വാല്യൂ. നമ്മൾ കേട്ടിട്ടുണ്ടാവും ചില ഫുഡ് ഐറ്റംസ് ഒക്കെ നോക്കുകയാണെങ്കിൽ നമ്മൾ അതിൻ്റെ ബാക്ക് സൈഡിൽ അവർ എഴുതിയിട്ടുണ്ടാവും കലോറി പെർ, ഇസ്ന്റ് ഇറ്റ്? ഇപ്പോൾ നമ്മൾ പെപ്സി കുടിക്കുകയാണെങ്കിൽ അതിലെത്ര കലോറി, ഒരു ജ്യൂസ് കഴിക്കുകയാണെങ്കിൽ അതിലെത്ര കലോറി എന്നവർ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അതിൻ്റെ കലോറിഫിക് വാല്യൂ അവർ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്, ഇസ്ന്റ് ഇറ്റ്? അപ്പോൾ ഈ കലോറിഫിക് വാല്യൂ എന്ന് പറയുന്നത് എപ്പോഴും നമ്മുടെ മനസ്സിൽ വരേണ്ടത് 1 ഗ്രാം ഏതെങ്കിലും ഒരു ഫുഡ്, ഏതെങ്കിലും ഒരു ഫ്യുവല്, ഓക്കെ, 1 ഗ്രാം ഫ്യുവൽ, 1 ഗ്രാം ഫുഡ് കംപ്ലീറ്റ് കമ്പസ്റ്റന് വിധേയമായാൽ അതിൽ നിന്നും റിലീസ് ചെയ്യപ്പെടുന്ന എനർജി, അതിനെയാണ് നമ്മൾ എന്ത് പേര് പറയുന്നത്? ദാറ്റ്സ് വാട്ട് കോൾഡ് കലോറിഫിക് വാല്യൂ. അപ്പോൾ നമ്മളൊരു പുതിയ പോയിന്റ് ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. വാട്ട് ഈസ് ദാറ്റ് പോയിന്റ്? ഡെഫിനറ്റ്ലി യു ആർ ഫെമിലിയർ വിത്ത്. ഇറ്റ് ഈസ് കോൾഡ് കലോറിഫിക് വാല്യൂ ടു റെപ്രസെന്റ് ദി എഫിഷ്യൻസി ഓഫ് എ ഫ്യൂവൽ. അപ്പോൾ ഒരു ഫ്യൂവലിന്റെ എഫിഷ്യൻസി കാണിക്കാൻ വേണ്ടിയിട്ട് നോക്കൂ, ഒരു ഫ്യൂവലിൻ്റെ എഫിഷ്യൻസി കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത ടേമാണ് കുട്ടികളെ എന്ത്? കലോറിഫിക് വാല്യൂ. അപ്പോൾ എന്താണ് ഈ കലോറിഫിക് വാല്യൂ? അല്ലെങ്കിൽ എഫിഷ്യൻസി ഓഫ് ഫ്യൂവൽ നമ്മൾ എങ്ങനെയാണ് എക്സ്പ്രസ് ചെയ്യുന്നത്? എഫിഷ്യൻസി ഓഫ് എ ഫ്യൂവൽ ഈസ് എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് കലോറിഫിക് വാല്യൂ. ആൻഡ് യു ടെൽ മീ വാട്ട് ഈസ് കലോറിഫിക് വാല്യൂ? എന്താണ് ഈ കലോറിഫിക് വാല്യൂ? Nothing else. Calorific value means it is the energy released from 1 gram of a fuel or 1 gram of a food, isn't it? 1 gram ഫുഡിൽ നിന്നോ 1 gram എന്താണ് ഫ്യൂവലിൽ നിന്നോ റിലീസ് ചെയ്യപ്പെടുന്ന എനർജിയെ നമ്മൾ വിളിക്കുന്ന പേരാണ് കുട്ടികളെ എന്തെന്ന് പറയുന്നത്? കലോറിഫിക് വാല്യൂ എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു, സി whenever we burned 16 gram of methane, 16 ഗ്രാം മീഥെയിൻ എന്ന് പറയുന്നത് നമുക്കറിയാം ഇറ്റ് ഈസ് ഈക്വലൻ ടു 1 മോൾ ഓഫ് മീഥെയിൻ. ആൻഡ് ലെറ്റ്സ് സേ ദാറ്റ് അവിടുന്ന് നമുക്ക് കിട്ടിയ എനർജി എത്രയാണ്? -3000 കിലോ ജൂൾ. ലെറ്റ്സ് ഇമാജിൻ ലൈക്ക് ദാറ്റ്. അങ്ങനെയാണെങ്കിൽ യു ജസ്റ്റ് ടെൽ മീ വാട്ട് ഈസ് ദ കലോറിഫിക് വാല്യൂ ഓഫ് മീഥെയിൻ? Calorific value of methane. What is calorific value of methane? Calorific value of methane is equal to -3000 divided by 16. Okay, and which is the best fuel? Like a question can be asked. ആരാണ് ഏറ്റവും നല്ല ഫ്യൂവൽ? ഏറ്റവും നല്ല ഫ്യൂവൽ എന്ന് പറയുന്ന കുട്ടികളെ ഏറ്റവും കൂടുതൽ എനർജി നമുക്ക് തരുന്നയാളാണ്. ഏറ്റവും കൂടുതൽ കലോറിഫിക് വാല്യൂ കൂടിയാലാണ് ഏറ്റവും നല്ല ഫ്യൂവൽ. പ്ലീസ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ്. ഇഫ് ദി കലോറിഫിക് വാല്യൂ ഇൻക്രീസസ്, എഫിഷ്യൻസി ഓഫ് എ ഫ്യൂവൽ ഇൻക്രീസസ്. So try to understand all of you. If calorific value increases, definitely you can see that what happens there, efficiency of the fuel increases.
isn't it? Efficiency of the fuel increases. എപ്പോഴും നിങ്ങൾ ഓർക്കുക, ഹൈഡ്രജൻ്റെ പെർസെൻറ്റേജ് ഓഫ് ഹൈഡ്രജൻ ഇൻ ദ കോമ്പൗണ്ട് കൂടുന്ന അനുസരിച്ചിട്ട് കലോറിഫിക് വാല്യൂ കൂടും. And that is considered as the best fuel. And if we talk about best fuel, we can say one example is hydrogen. Okay. അപ്പോൾ ഇവിടെ നമുക്കിപ്പോൾ കുറേ എക്സാമ്പിൾസ് അവർ തരികയെന്ന് വിചാരിക്കാം. മീഥെയിൻ തരുന്നു, അതുപോലെ C2H6 തരുന്നു, അതുപോലെ C2H4 തരുന്നു. വിച്ച് വൺ ഇസ് ദ ബെസ്റ്റ് ഫ്യൂവൽ? അവിടെ നമ്മൾ ആ ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരിക്കലും കലോറിഫിക് വാല്യൂ തിരക്കി പോകാൻ വേണ്ടി സാധിക്കില്ല. അപ്പോൾ നമ്മളോട് ഓർക്കേണ്ടത് ഏറ്റവും കൂടുതൽ ഹൈഡ്രജൻ കണ്ടന്റ് ഉള്ള കോമ്പൗണ്ടിനെ കണ്ടെത്തുക. isn't it? ഏറ്റവും കൂടുതൽ ഹൈഡ്രജൻ ഉള്ള കോമ്പൗണ്ട് ആണെങ്കിൽ അത് ബെസ്റ്റ് ഫ്യൂവൽ ആയിരിക്കും, അതിൻ്റെ കലോറിഫിക് വാല്യൂ ഹയർ ആയിരിക്കും. ഇനി അതല്ല, കലോറിഫിക് വാല്യൂ തന്നിട്ടാണ് അവർ ബെസ്റ്റ് ഫ്യൂവൽ ചോദിക്കുന്നതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഏറ്റവും കൂടുതൽ കലോറിഫിക് വാല്യൂ ഉള്ള ആളാണ് ഏറ്റവും ബെസ്റ്റ് ഫ്യൂവൽ എന്ന രീതിയിൽ നമുക്ക് എടുക്കാം. isn't it? അപ്പോൾ ഇപ്പോൾ നമ്മൾ പഠിച്ചത് ആരെക്കുറിച്ചിട്ടാണ് കുട്ടികളെ? എൻതാൽപ്പി ഓഫ് കമ്പസ്റ്റൻ എന്താണ്, സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് കമ്പസ്റ്റൻ എന്താണ്, കലോറിഫിക് വാല്യൂ എന്തിനാണ്, കലോറിഫിക് വാല്യൂ നമ്മൾ എന്തിനാണ് ഉപയോഗിച്ചത്, അല്ലേ? isn't it? അതുപോലെ ഒരു ബെസ്റ്റ് ഫ്യൂവൽ ആരാണ്? isn't it? ഹൈഡ്രജൻ്റെ പെർസെൻറ്റേജ് കൂടിയാൽ വാട്ട് വിൽ ഹാപ്പൻ വിത്ത് ദ എഫിഷ്യൻസി ഓഫ് ഫ്യൂവൽ, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. അങ്ങനെയാണെങ്കിൽ ലെറ്റ് us try to solve some problems based on enthalpy of combustion. isn't it? Enthalpy of combustion അല്ലെങ്കിൽ കലോറിഫിക് വാല്യൂ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? 2 പ്രോബ്ലംസ് നോക്കാം കുട്ടികളെ. അത് കഴിഞ്ഞ് നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത കൺസെപ്റ്റിലേക്ക് പോയി നോക്കാം. ഓക്കെ, അടുത്ത കൺസെപ്റ്റും പറയുന്നതല്ല, കുറേ എന്താണ് എൻതാൽപ്പി ഓഫ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എൻതാൽപ്പി സ്റ്റിൽ വി നീഡ് ടു ബി ഫെമിലിയർ വിത്ത്. അപ്പോൾ അതിലേക്ക് തീർച്ചയായിട്ടും നമ്മൾ എത്തുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 2 പ്രോബ്ലംസ് ആരെ വെച്ച് കാണാം? എൻതാൽപ്പി ഓഫ് കമ്പസ്റ്റൻ വെച്ച് കാണാം. ഓക്കെ, എല്ലാവരും നോക്കുക. അപ്പോൾ ഇതൊരു വളരെ ചെറിയൊരു പ്രോബ്ലമാണ്. നമ്മൾ എങ്ങനെയാണ് ഇതിനെ ചെയ്യേണ്ടത്, സോൾവ് ചെയ്യേണ്ടത്? തീർച്ചയായിട്ടും കൂടുതൽ പ്രോബ്ലംസും കൂടുതൽ കാര്യങ്ങളും നമ്മൾ കോമ്പറ്റിറ്റീവ് ഡിസ്കഷനിൽ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ തൽക്കാലം നമ്മൾ ആ ഒരു എൻതാൽപ്പി ഓഫ് കമ്പസ്റ്റൻ അല്ലെങ്കിൽ കലോറിഫിക് വാല്യൂ ഇങ്ങനെയുള്ള കൺസെപ്റ്റ് ഒന്ന് ഫെമിലിയർ ആകാൻ വേണ്ടിയിട്ടുള്ള പ്രോബ്ലംസാണ് നമ്മൾ ഇവിടെ കാണുന്നത്. നോക്കാം നമുക്ക്. എ ഗോബർ ഗ്യാസ് പ്ലാന്റ് പ്രൊഡ്യൂസസ് മീഥെയിൻ ആൻഡ് സപ്ലൈസ് ടു ദ ഫാമിലീസ്. ഇഫ് എ ഫാമിലി റിക്വയർസ് 15,000 കിലോജൂൾ ഓഫ് എനർജി പെർ ഡേ. അപ്പോൾ എത്ര എനർജി വേണോടെ? 15,000 കിലോജൂൾ എനർജി പെർ ഡേ. How many days will the quota of 10 kilogram last? Okay. Isn't it? അപ്പോൾ ഗോബർ ഗ്യാസിൻ്റെ മെയിൻ കമ്പോണൻറ്റ് ആരാണ്? നമ്മൾ മീഥെയിൻ ആണെന്ന് അസ്യൂം ചെയ്ത് നമ്മുടെ പ്രോബ്ലംസ് കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഫാമിലിക്ക് ഒരു ദിവസം വേണ്ട എനർജി, 1 day energy requirement. So 1 day energy requirement, let's talk about that. 1 day energy requirement is equal to 15,000 kilojoule. ഇതാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഇനി അവർ പറയുന്നു നമുക്കിപ്പോൾ ഉള്ള സാമ്പിൾ എത്രയാണ്? 10 കിലോഗ്രാം ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. isn't it? ആ 10 കിലോഗ്രാം എത്ര ദിവസം ലാസ്റ്റ് ചെയ്യും? അപ്പോൾ അതിന് നമുക്ക് ആദ്യം എൻതാൽപ്പി ഓഫ് കമ്പസ്റ്റൻ മീഥെയിൻ അല്ലെങ്കിൽ ഗോബർ ഗ്യാസ് തന്നിട്ടുണ്ട്. സോ ഐ ക്യാൻ റൈറ്റ് ദാറ്റ്. സോ എൻതാൽപ്പി ഓഫ് കമ്പസ്റ്റൻ ഓഫ് മീഥെയിൻ. സോ എൻതാൽപ്പി ഓഫ് കമ്പസ്റ്റൻ ഓഫ് മീഥെയിൻ. Okay. What is the value of that? It's given 1665 kilojoule per mole. Okay, let's write that. 1665 kilojoule per mole. എന്താ ഈ കിലോജൂൾ പെർ മോൾ എന്ന് പറഞ്ഞാൽ? ഒരു മോൾ മീഥെയിൻ എടുത്താൽ നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന എനർജി. ഓക്കെ, അപ്പോൾ ഒരു മോൾ മീഥെയിനിൽ നിന്നും നമുക്ക് കിട്ടുന്ന എനർജിയാണ് 1665 കിലോജൂൾ. സോ വി ഹാവ് 1 mole of methane. See to that. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ 1 mole methane എടുത്തു. അപ്പോൾ അതിൽ നിന്നും നമുക്ക് കിട്ടിയത് ഈ 1 mole മീഥെയിൻ്റെ മാസ് നമുക്ക് എല്ലാവർക്കും അറിയാം. എത്രയാണ്? 16. ഓക്കെ, കാരണം കാർബണിൻ്റെ മാസ് 12, ഹൈഡ്രജൻ്റെ മാസ് 1 into 4. സോ വി ഹാവ് 16 ഗ്രാം. അപ്പോൾ 1 mole മീഥെയിൻ എന്ന് പറഞ്ഞാൽ 16 ഗ്രാം ആണ്. അപ്പോൾ ആ 16 ഗ്രാമിൽ നിന്നും നമുക്ക് കിട്ടുന്ന എനർജി 1665
കിലോ ജൂൾ ആണ്. ദിസ് എനർജി വാട്ട് യു ഗെറ്റ്. ബട്ട് ശരിക്കും നമുക്ക് വേണ്ടത് എത്രയാണ്? ശരിക്കും നമുക്ക് വേണ്ടത് 15,000. അപ്പോൾ 16 ഗ്രാം ആണെങ്കിൽ നമുക്ക് ഇത്രയല്ലേ വരുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ലെറ്റ്സ് സേ 16 കിലോഗ്രാം ആണെങ്കിൽ എത്രയായിരിക്കും? 16 ഗ്രാം ആണെങ്കിൽ ഇത്രയും. സോ 16 കിലോഗ്രാം ആണെങ്കിൽ ഡെഫിനറ്റ്ലി യു ക്യാൻ സീ ദാറ്റ് 1665 into 10⁻³ കിലോ ജൂൾ അല്ലേ? 16 ഗ്രാം ആണെങ്കിൽ 1665 കിലോ ജൂൾ എനർജി റിലീസ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ 16 കിലോഗ്രാം ആണെങ്കിൽ ഇൻറ്റു 10⁻³ കിലോ ജൂൾ റിലീസ് ചെയ്യപ്പെടും. അങ്ങനെയാണെങ്കിൽ 1 കിലോഗ്രാമിന് എത്രയായിരിക്കും കുട്ടികളെ? സോ ഫോർ 1 കിലോഗ്രാം ഡെഫിനറ്റ്ലി you can see that you will be getting the energy 1665 into 10⁻³ kilojoule divided by 16. 1665 into 10⁻³ divided by 16. ഇതാണ് 1 കിലോഗ്രാം ഇന്ന്. പക്ഷെ നമുക്കിവിടെ തന്നിരിക്കുന്നത് 10 കിലോഗ്രാം ആണ് അല്ലേ? അപ്പോൾ 10 കിലോഗ്രാമിൽ നിന്നും നമുക്ക് എത്ര കിട്ടും? So definitely you can see that from 10 kilogram how much you will get. So I can write here from 10 kilogram you will be getting 1665 into 10⁻⁴ divided by 16. നോക്കൂ, അതായത് നേരത്തെ 10⁻³ ആയിരുന്നു, അപ്പോൾ അത് 1 കിലോഗ്രാമിനായിരുന്നു. പക്ഷേ ഇപ്പോൾ 10 കിലോഗ്രാം ആയപ്പോൾ അവിടെ എന്തായി? 10⁻⁴ ആയി. ഓക്കെ, അപ്പോൾ കുട്ടികൾ നമുക്ക് ഇതിനൊന്ന് കട്ട് ചെയ്യാം. അങ്ങനെ കട്ട് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് 10 കിലോഗ്രാമിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് ഈ 16 എന്ത് ചെയ്യാം? നമുക്ക് കട്ട് ചെയ്യാം. അതുപോലെ 6 16 നമുക്ക് കട്ട് ചെയ്യാം, isn't it? അപ്പോൾ നമുക്ക് 104 into 10⁻⁴ കിലോ ജൂൾ എന്ന് വരും. ഇത്രയും എനർജിയാണ് 10 കിലോഗ്രാമിൽ നമുക്ക് കിട്ടുന്നത്. നമുക്ക് പക്ഷേ ഒരു ദിവസം എത്ര ആവശ്യമുള്ളൂ? 15,000 ആവശ്യമുള്ളൂ, isn't it? അങ്ങനെയാണെങ്കിൽ see what we can find out number of days. So number of days can be calculated. Number of days എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? Number of days is equal to total energy divided by energy usage per day. What is total energy? 104 into 10⁻⁴, isn't it? Divided by usage for 1 day 15,000. So we can write 15 into 10⁻�3. അപ്പോൾ നമുക്ക് ചില ആൾക്കാരെ കട്ട് ചെയ്ത് കളയാം അല്ലേ? അപ്പോൾ നമുക്ക് 10⁻�3 ഈ 10⁻⁴ കട്ട് ചെയ്താൽ ബാക്കി നമുക്ക് വരുന്നത് 1040 ഡിവൈഡഡ് ബൈ 15 എന്നാണ്. 1040 ഡിവൈഡഡ് ബൈ 15 അല്ലേ? അപ്പോൾ നമുക്ക് 15 ഏതായാലും നമുക്കിവിടെ എത്ര പ്രാവശ്യം വരും നമുക്ക് നോക്കാം. 150 ആണെങ്കിൽ എത്ര നമുക്ക് നോക്കാം. 150 ആണെങ്കിൽ നിങ്ങൾക്ക് അറിയാം ഒരു 900 ഒക്കെ ആകുമ്പോഴത്തേക്ക് 60 ടൈംസ് ആവും. അപ്പം 900ൽ ഗ്രേറ്റർ ആയിരിക്കും, isn't it? So 900ൽ കൂടുതൽ വരണം. ഓൾമോസ്റ്റ് യു ക്യാൻ സീ ദാറ്റ് 67 വിൽ ബി കമ്മിങ് ആസ് ദി ആൻസർ. സോ ഹൗ മെനി ഡേയ്സ് ക്യാൻ ബി യൂസ്ഡ്? 67 ഡേയ്സ് ക്യാൻ ബി യൂസ്ഡ്. വൺസ് അഗൈൻ എല്ലാവരും നോക്കുക. അപ്പോൾ ഇതൊരു എൻതാൽപ്പി ഓഫ് കമ്പസ്റ്റൻ എന്ന കൺസെപ്റ്റ് വെച്ചിട്ടുള്ളതാണ്. You know what is the definition of enthalpy of combustion? It's the energy released when 1 mole of a substance undergoes complete combustion. See the question once again. A gobar gas plant produces methane and supplies to the families. Okay. Now, if a family requires 15,000 kilojoule per day, how many days will the quota of 10 kilogram last? An enthalpy of combustion of methane is 1665 kilojoule. അപ്പോൾ നിങ്ങൾ ചോദിക്കും, സാർ ഇവിടെ മൈനസ് ഇല്ലേ? എന്താ സാർ മൈനസ് കൺസിഡർ ചെയ്യാഞ്ഞത്? വേറൊന്നുമില്ല കുട്ടികളെ. മൈനസ് എന്ന് പറയുന്നത് എനർജി റിലീസ് ചെയ്യുന്നെന്ന് അർത്ഥം മാത്രമേ ഉള്ളൂ. നമുക്ക് എത്ര എനർജി കിട്ടിയെന്നാണ് ചോദിക്കുന്നത്, അതായത് അവിടുന്ന് എത്ര എനർജി റിലീസ് ചെയ്യുന്നതാണ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇതാണ് നമ്മൾ എടുത്തത്. സി ദ ഫസ്റ്റ് പോയിന്റ് വി ഹാവ് ടേക്കൻ എൻതാൽപ്പി ഓഫ് കമ്പസ്റ്റൻ ഓഫ് മീഥേൻ. എത്രയാണ്? 1665 കിലോജൂൾ പെർ മോൾ. ടേക്ക് ദാറ്റ് വേർഡ്. Kilojoule energy produced from 1 mole.
അപ്പോൾ 1 മോൾ CH4-ൽ നിന്നും 16 ഗ്രാമിൽ നിന്നും ഇത്രയും എനർജി. 16 ഗ്രാമിൽ നിന്ന് കിട്ടിയാൽ 16 കിലോഗ്രാമിൽ നിന്നും ഇൻറ്റു 10⁻³ അങ്ങനെയാണെങ്കിൽ 1 കിലോഗ്രാമിൽ നിന്നും ഡിവൈഡ് ബൈ 16 അങ്ങനെയാണെങ്കിൽ 10 കിലോഗ്രാമിൽ നിന്നും ഇൻറ്റു 10. So you get this 104 into 10⁻⁴ kilojoule as the total energy. So ഇത്രയാണ് ടോട്ടൽ എനർജി. പക്ഷെ നമുക്ക് ഒരു ദിവസം കുറച്ച് എനർജി മതി, isn't it? എത്ര എനർജി മതി? So we need only 15 into 10⁻³. So if you want to find the number of days, what we need to do? We need to divide the total energy with the energy consumptions per day. You know, energy consumption per day 15 into 10⁻³. So when you divide, you can see that you will get the answer. Almost 6 to 7 days can be used. Okay, so this is a problem based on enthalpy of combustion. Let's see one more. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം കുട്ടികളെ, എങ്ങനെയാണ് നിങ്ങൾ ചെയ്യുക. Okay, I'll just read out and you try to solve out from your side. If 150 kilojoule of energy, നേരത്തെ നമ്മൾ ചെയ്തത് 15,000 ആയിരുന്നു, ഇത് 150. So 150 kilojoule of energy is needed for muscular work to walk a distance of 1 kilometer. Okay, then how much of glucose one has to consume to walk a distance of 5 kilometer, provided only 30% of energy available for work. The enthalpy of combustion of glucose is given as 3000. കുട്ടികൾ ഒന്നുകൂടെ വേറൊന്നുമില്ല, അതായത് 1 കിലോമീറ്റർ ഒരു വ്യക്തി നടക്കണമെങ്കിൽ അയാൾക്ക് വേണ്ട എനർജി 150 കിലോ ജൂൾ. പക്ഷെ അയാൾ ഡെയിലി 5 കിലോമീറ്റർ നടക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ തീർച്ചയായും നമുക്കറിയാം 1 കിലോമീറ്റർ 150, അപ്പോൾ 5 കിലോമീറ്ററിന് യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് 750 എനർജി വേണം. പക്ഷെ ആ എനർജി എവിടുന്നാണ് കിട്ടുക? നമ്മൾ കഴിക്കുന്ന ഫുഡിൽ നിന്നാണ് കിട്ടുക. നമ്മളിവിടെ ആരെയാണ് കഴിക്കുന്നത്? ഗ്ലൂക്കോസിനെയാണ് കഴിക്കുന്നത്, അല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ എത്ര ഗ്ലൂക്കോസ് അയാൾ കഴിക്കണം? പക്ഷെ ചില കണ്ടീഷൻസ് അവിടെ ഉണ്ട്. നമ്മൾ കഴിക്കുന്ന ഗ്ലൂക്കോസ് മുഴുവൻ എനർജിയായി മാറുന്നില്ല. നമ്മൾ കഴിക്കുന്ന ഗ്ലൂക്കോസിൻ്റെ 30% മാത്രമാണ് എന്തായിട്ട് മാറുന്നത്? എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുന്നത്, അല്ലെങ്കിൽ മസ്കുലർ വർക്കിന് വേണ്ടിയിട്ട് യൂട്ടിലൈസ് ചെയ്യപ്പെടുന്നത്. ഇനി ആ ഗ്ലൂക്കോസിൽ നിന്ന് എത്ര എനർജി പ്രൊഡ്യൂസ് ചെയ്യപ്പെടും അതിനെക്കുറിച്ച് ഒരു ഡേറ്റ തന്നിട്ടുണ്ട്. ഗ്ലൂക്കോസിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന എനർജി 3000 കിലോ ജൂൾ പെർ മോൾ ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ തീർച്ചയായും നമുക്ക് ആദ്യം നമ്മൾ കഴിഞ്ഞ പ്രോബ്ലം ചെയ്ത അതേ രീതിയിൽ തന്നെയാണിത്. പക്ഷെ അവിടെ ഈ പെർസെൻറ്റേജ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഇല്ലായിരുന്നു ആ പ്രോബ്ലത്തിൽ. ബട്ട് ഈ പ്രോബ്ലത്തിൽ അവരെന്ത് ചെയ്തിട്ടുണ്ട്? ആ പെർസെൻറ്റേജ് എന്ന കൺസെപ്റ്റ് ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതായിരിക്കും ചിലപ്പോൾ ഒരു പ്രശ്നമാകാൻ സാധ്യത. ലെറ്റ്സ് സീ ദാറ്റ്. എനിവേ നോക്കാം. അപ്പോൾ നമുക്കറിയാം 1 കിലോമീറ്റർ നടക്കാൻ വേണ്ടിയിട്ട് ഫോർ 1 കിലോമീറ്റർ what is the energy required? 150 kilojoule. Then definitely to work for 5 kilometer, what's the energy required? It's 750 kilojoule. It's 750 kilojoule. Really വേണ്ടത്. അപ്പോൾ എനർജി റിക്വയർഡ് ഈസ് 750. ഇനി അയാൾ എത്ര ഗ്ലൂക്കോസ് കഴിക്കണം എന്നുള്ളതാണ് നമ്മുടെ പ്രശ്നം. നമുക്ക് നോക്കാം. See, we are taking this definition. Enthalpy of combustion of glucose is 3000 kilojoule. Okay, let me expand that. I'm expanding it. What is the meaning of enthalpy of combustion? It is the energy evolved from 1 mole of a substance when it undergoes complete combustion. അപ്പോൾ ആ ഗ്ലൂക്കോസ് 1 മോൾ ഗ്ലൂക്കോസിൽ നിന്നും, കുട്ടികളെല്ലാവരും ശ്രദ്ധിക്കുക, 1 mole glucose, okay, 1 mole glucose will give you 3000 kilojoule. 1 mole glucose will give you 3000 kilojoule. പക്ഷേ കുട്ടികളെ ഇതിനകത്ത് ഈ കംപ്ലീറ്റ് എനർജിയും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമോ? ഇല്ല. ഇതിൻ്റെ 30% നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഇഫക്റ്റീവ്ലി അവിടെ 3000 ഉണ്ട്. That's correct. But from there, how much we can utilize? Only 30% of this. Okay, so this is available. This is available energy. This available energy ആണ്. Can we use this entire energy for muscular work? No, not possible.
So muscular work, we can utilize only 30% of this. So I can write for muscular work only 30% of 3000 for muscular work. Okay? അപ്പോൾ 30% ഓഫ് 3000 എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ നിന്ന് തന്നെ കണ്ടുപിടിക്കാം. ഇറ്റ് ഈസ് 30 ഇൻറ്റു 30 900. അതായിരിക്കും 30% എന്ന് പറയുന്നത് അല്ലേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എഴുതാം. നമുക്ക് 1 മോൾ ഗ്ലൂക്കോസിൽ നിന്നും, കുട്ടികളെല്ലാവരും നോക്കൂ, 1 മോൾ ഗ്ലൂക്കോസിൽ നിന്നും, സോ ഫ്രം 1 മോൾ ഗ്ലൂക്കോസ് what is the energy can be utilized for muscular work? It is 30% of 3000, which means 900 kilojoule. This is the energy what we get effectively from our glucose. Actually 3000 കിട്ടുന്നുണ്ട്, പക്ഷേ 3000-ൽ 70%യും മറ്റുള്ള കാര്യങ്ങൾക്കാണ് ഉപയോഗിക്കുന്നത്. 30% മാത്രമേ നമുക്കിവിടെ ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. 30% is 900. Okay? And you know, 1 mole of glucose, you know what is the molecular formula of glucose? Molecular formula of glucose is C6H12O6. Okay, and ഇയാളുടെ molecular mass കുട്ടികളെ 180 ആണ്. ഇയാളുടെ molecular mass എത്രയാണ്? 180 ആണ്. അപ്പോൾ 180 ഗ്രാമിൽ നിന്നും 1 mole glucose will give you 900 kilojoule. അങ്ങനെയാണെങ്കിൽ 180 gram will give 900 kilojoule. 180 ഗ്രാമിൽ നിന്നും നമുക്ക് എന്ത് കിട്ടും? 900 kilojoule കിട്ടും. ഓക്കെ, സോ 180 ഗ്രാമിൽ നിന്നും 900 kilojoule. പക്ഷെ നമുക്ക് എത്ര ആവശ്യം? നമുക്ക് 750 പോരെ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഫോർ ഗെറ്റിംഗ് 750, വാട്ട് ടു ഡു? ദിസ് ഇസ് കാൽക്കുലേഷൻ. 180 ഗ്രാമിന് എത്രയാണ്? 900. അങ്ങനെയാണെങ്കിൽ എക്സ് ഗ്രാം നമ്മൾ എടുക്കുകയാണെങ്കിൽ വിൽ ഗെറ്റ് 750. സോ 900 by 750, isn't it? So this is the calculation to be done. അങ്ങനെയാണെങ്കിൽ കുട്ടികളെ തീർച്ചയായിട്ടും നമുക്ക് ചെയ്യാം, isn't it? കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് കട്ട് ചെയ്ത് കളയാം. ഇതും പോയി, ഇതും പോയി, isn't it? And here you will get 2. Okay, now x is equal to 75 into 2, which is equal to 150 gram. Okay, so what is the answer here? 150 gram. അപ്പോൾ നോക്കൂ, നമ്മളെ ഈ ക്വസ്റ്റ്യൻ നമ്മളെങ്ങനെ ചെയ്തതെന്ന് വൺസ് അഗൈൻ ഐ വിൽ റീഡ് ദ ക്വസ്റ്റ്യൻ, പ്ലീസ് റീഡ് ഔട്ട്. വേറെ ഒന്നുമില്ല. ഒരു വ്യക്തി 1 കിലോമീറ്റർ നടക്കാൻ വേണ്ടി 150 കിലോജൂൾ എനർജി വേണം. പക്ഷേ അയാൾ ഡെയിലി 5 കിലോമീറ്റർ നടക്കുന്നുണ്ട്. ഓക്കെ, 5 കിലോമീറ്റർ നടക്കണമെങ്കിൽ നമുക്കറിയാം 900 കിലോജൂൾ വേണം. അങ്ങനെയാണെങ്കിൽ അയാൾ എത്ര ഗ്ലൂക്കോസ് കഴിക്കണം? പക്ഷേ ഒരു കണ്ടീഷൻ തന്നിട്ടുണ്ട്. കഴിക്കുന്ന ഗ്ലൂക്കോസിൻ്റെ 30% മാത്രമേ ഇയാളുടെ എനർജി ആയിട്ട് ഉപയോഗിക്കുന്നുള്ളൂ, isn't it? അപ്പോൾ നമ്മൾ ഗ്ലൂക്കോസിലേക്ക് വരുന്നു. വാട്ട് ഈസ് എൻതാൽപ്പി ഓഫ് കമ്പസ്റ്റൻ ഓഫ് ഗ്ലൂക്കോസ്? 3000. വാട്ട് ഡസ് ഇറ്റ് മീൻ? 1 മോൾ ഗ്ലൂക്കോസിൽ നിന്ന് നമുക്ക് 3000 കിലോജൂൾ ഇത് അവൈലബിൾ ആണ്. ഈ എനർജി മുഴുവൻ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമോ? ഇല്ല, ഓൺലി 30%. സോ വാട്ട് ഈസ് 30% ഓഫ് 3000? ഡെഫിനറ്റ്ലി 900. എന്ന് പറയുമ്പോൾ 1 മോൾ ഗ്ലൂക്കോസിൽ നിന്നും നമുക്ക് ഇഫക്റ്റീവ്ലി യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നത് എത്ര കുട്ടിയുള്ള 900 കിലോജൂളാണ്. അപ്പോൾ 180 ഗ്രാമിൽ നിന്ന് നമുക്ക് 900 കിലോജൂൾ ഉപയോഗിക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് 750 മതി. 750ക്ക് എത്ര വേണം? സോ യുവർ ആൻസർ ഈസ് വി ഗോട്ട് ഇറ്റ്, വി ഹാവ് ഗോട്ട് 150. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളുടെ ആരെക്കുറിച്ച് പറയേണ്ടത്? എൻതാൽപ്പി ഓഫ് കമ്പസ്റ്റനെ കുറിച്ച് പറയേണ്ടത്. ഓക്കെ, സോ ഷാൽ വി ഗോ വിത്ത് സം അതർ ടേംസ് ഓൾസോ. നമുക്കിപ്പോൾ കുറേ നമ്മൾ എൻതാൽപ്പീസ് ഇങ്ങനെ പഠിക്കുകയാണ്. വേറെ ഒന്നുമല്ല, നമ്മൾ എന്തിനാ ഇതുവരെ കാണുന്നതെന്ന് ചോദിച്ചാൽ പിന്നീടൊരു അവസരത്തിൽ നമ്മൾ ചോദിക്കരുത് വാട്ട് ഈസ് എൻതാൽപ്പി വേപ്പറൈസേഷൻ. ഓക്കെ, അപ്പോൾ അത് ഇവിടുന്ന് നമ്മൾ എടുക്കണം. എന്താണ് എൻതാൽപ്പി വേപ്പറൈസേഷൻ? എന്താണ് എൻതാൽപ്പി ഓഫ് സബ്ലിമേഷൻ? ഓക്കെ, നൗ യു ഹവ് ഗോട്ട് എവറിഥിങ് ഈസ് ഹീറ്റ് released in that process. If it's vaporization, heat of vaporization or enthalpy of vaporization. If it is combustion, heat of combustion or enthalpy of combustion. Similarly, നമുക്ക് വേറെ കുറേ ചെറിയ ടേംസുകളും കൂടെ ഉണ്ട്. അതും കാണണം, അതുമായി ബന്ധപ്പെട്ടുള്ള പ്രോബ്ലംസും കാണണം. അവസാനം നമുക്ക് ഏറ്റവും വലിയൊരു ടേമുണ്ട്, ഹീറ്റ് ഓഫ് ന്യൂട്രലൈസേഷൻ ഓർ എൻതാൽപ്പി ഓഫ് ന്യൂട്രലൈസേഷൻ. അപ്പോൾ അങ്ങോട്ടേക്ക് നമ്മൾ ഓടിയെത്തണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അടുത്ത ടേംസ് കാണാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഇനി നമുക്ക് 2 ടേംസ് ആണ് അടുത്തതായി കാണേണ്ടത്. നെക്സ്റ്റ് ടേം, ഇറ്റ്സ് ഓൾറെഡി ഓൺ ദ ബോർഡ്. വാട്ട് ഈസ് ദാറ്റ്?
ഇറ്റ്സ് കോൾഡ് എൻതാൽപ്പി ഓഫ് അറ്റോമൈസേഷൻ. അപ്പോൾ തീർച്ചയായിട്ടും ഇത് ഞാൻ നിങ്ങളോട് പറയേണ്ട കാര്യമില്ല, കാരണം നിങ്ങൾ ഞാൻ പറയുന്നതിന് മുന്നേ പറയും എന്താണ് ഈ എൻതാൽപ്പി ഓഫ് അറ്റോമൈസേഷൻ. ബിക്കോസ് എ പ്രോസസ് കോൾഡ് അറ്റോമൈസേഷൻ, അത് നടക്കുമ്പോൾ റിലീസ് ചെയ്യപ്പെടുന്ന എനർജിയാണ് നമ്മൾ എന്ത് പറയുന്നത്, എൻതാൽപ്പി ഓഫ് അറ്റോമൈസേഷൻ എന്ന് പറയുന്നത്. ഇസ്ന്റ് ഇറ്റ്? അപ്പോൾ ഒരു ഗേഷ്യസ് ആയിട്ടുള്ള, ലെറ്റ് us read that the change in enthalpy associated with the process when 1 mole of a given substance, isn't it, dissociate into gaseous atoms is known as enthalpy of atomization. ഓക്കെ, അപ്പോൾ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, എൻതാൽപ്പി ഓഫ് അറ്റോമൈസേഷൻ. ഇപ്പോൾ ഉദാഹരണം നമ്മൾ എടുക്കുകയാണ് ഹൈഡ്രജൻ്റെ കേസ്. സോ ലെറ്റ് മീ കൺസിഡർ ഹൈഡ്രജൻ ആറ്റം. അപ്പോൾ ഹൈഡ്രജൻ ആറ്റം ഞാൻ കൺസിഡർ ചെയ്തു. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അറിയാം ഹൈഡ്രജൻ ഇറ്റ്സ് എ ഡയറ്റോമിക് മോളിക്യൂൾ. സോ വി ഹാവ് HH. ഹൈഡ്രജൻ ഒരു ഡയറ്റോമിക് മോളിക്യൂളാണ്. അപ്പോൾ തീർച്ചയായും നിങ്ങൾക്കറിയാം നമ്മൾ എന്ത് ചെയ്യുകയാണ്, കുറച്ച് എനർജി കൊടുക്കുകയാണെങ്കിൽ ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം, ബ്രേക്ക് ചെയ്യാം. ഓക്കെ, സോ ഹൈഡ്രജൻ ഇറ്റ്സ് ഇൻ ഗേഷ്യസ് ഫോം. സോ ട്രൈ ടു സീ ഹിയർ. അപ്പോൾ ഇതിനെ നമ്മൾ എന്ത് ചെയ്യുകയാണ്, നമ്മൾ ഇതിനെ ബ്രേക്ക് ചെയ്യുന്നു. സോ വി ആർ ബ്രേക്കിംഗ് ദിസ്. ചുമ്മാ ഒരിക്കലും ബ്രേക്ക് ചെയ്യാൻ പറ്റത്തില്ല. നമ്മളെപ്പോഴും ഓർക്കേണ്ടത്, കെമിസ്ട്രിയിൽ എപ്പോഴും നമ്മൾ നമ്മുടെ മനസ്സിൽ കീപ്പ് ചെയ്യേണ്ട ഒരു വസ്തു എന്താണെന്ന് ചോദിച്ചാൽ, ഇതൊരു ബോണ്ടാണ്. ഈ ബോണ്ടിനെ ബ്രേക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, എനർജി കൊടുക്കണം. ദാറ്റ്സ് എ കൺസെപ്റ്റ് ഓഫ് കെമിസ്ട്രി. നേരെ തിരിച്ച് ഒരു ബോണ്ട് ഫോം ചെയ്യുകയാണ്, ഇസ്ന്റ് ഇറ്റ്, ദെൻ എനർജി വിൽ ബി റിലീസ്ഡ്. അല്ലേ, ഒരു പുതിയ ബന്ധമുണ്ടാകുമ്പോൾ എന്ത് ചെയ്യുകയാണ്, ഹാപ്പിനെസ് ഈസ് ഗെറ്റിംഗ് റിലീസ്ഡ്. വെൻ എ ന്യൂ ബോണ്ട് ഈസ് ഫോംഡ്, എനർജി ഈസ് ഗെറ്റിംഗ് റിലീസ്ഡ്. ബട്ട് വെൻ എ ബോണ്ട് ബ്രേക്ക്, എപ്പോഴും നമ്മുടെ ബന്ധങ്ങൾ എന്താണ് സ്പ്ലിറ്റ് ചെയ്യപ്പെടുന്നത് വേദനാജനകമാണ്. അപ്പം അതുപോലെയാണ് ഇവിടെയും. വെനെവർ എ ബോണ്ട് ബ്രേക്ക്, ഇസ്ന്റ് ഇറ്റ്, ഇറ്റ്സ് എൻ എനർജി റിക്വയർഡ് പ്രോസസ്. സോ പ്ലീസ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ്, ഇത് ഒരു H2 മോളിക്യൂളാണ്. അപ്പോൾ ഈ H2 മോളിക്യൂളിനെ ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നു കുട്ടികളെ, 2 ആറ്റമായിട്ട് കട്ട് ചെയ്യാൻ പോവുകയാണ്. വെറുതെ നമ്മൾ എന്ന് പറയുന്നു, അല്ലയോ ഹൈഡ്രജൻ ആറ്റം കട്ട് ചെയ്യൂ 2 ആയിട്ട് എന്ന് പറയുമ്പോൾ അവർ കട്ടാവില്ല. ഇസ്ന്റ് ഇറ്റ്? നമ്മൾ എന്ത് ചെയ്യണം, നമ്മളവിടെ പോയി അവരെ ബലമായി പിടിച്ച് മാറ്റണം, അവരെ ബ്രേക്ക് ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം കുട്ടികളെ, വി നീഡ് ടു സപ്ലൈ എനർജി. ഓക്കെ, സോ ടേക്ക് ദ പോയിന്റ്, enthalpy of atomization is positive. Why it is positive? To break the bond, energy need to be supplied. Okay, അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഈ 2 ബോണ്ടിനെ അല്ലെങ്കിൽ ഈ 2 ആറ്റത്തെ നമ്മൾ ബ്രേക്ക് ചെയ്ത് H ആക്കി മാറ്റുന്നു. സോ 2 ഹൈഡ്രജൻ ഇങ്ങനെ നമുക്ക് കിട്ടുകയാണ്. അപ്പം ഇങ്ങനെ ഒരു സബ്സ്റ്റൻസിനെ, ഒരു മോളിക്യൂളിനെ ബ്രേക്ക് ചെയ്ത് ഇൻഡിവിജ്വൽ ആറ്റംസ് ആക്കിയിട്ട് മാറ്റാൻ സഫിഷ്യൻ്റ് ആയിട്ടുള്ള എനർജിയെ നമ്മൾ പറയുന്ന പേരാണ് എൻതാൽപ്പി ഓഫ് അറ്റോമൈസേഷൻ. ആൻഡ് ഇവൻ യു ക്യാൻ കോൾ ദിസ് എസ് ബോണ്ട് ഡിസോസിയേഷൻ എൻതാൽപ്പി ഫോർ ദിസ് ഹൈഡ്രജൻ. ബിക്കോസ് H തമ്മിലുള്ള ആ ബോണ്ട് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിച്ച എനർജി, ഇറ്റ്സ് വാല്യൂ ഈസ് 435 കിലോ ജൂൾ പെർ മോൾ. സോ 435 കിലോ ജൂൾ പെർ മോൾ എനർജിയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഇയാൾക്ക് കൊടുക്കേണ്ടത്, ഈ ബോണ്ട് ബ്രേക്ക് ചെയ്യണമെങ്കിൽ കൊടുക്കേണ്ടത്. അപ്പോൾ എന്താണ് നമ്മൾ 435 വിളിക്കുന്ന പേര്, 435 കിലോ ജൂൾ പെർ മോൾ ഇസ് കോൾഡ് എൻതാൽപ്പി ഓഫ് അറ്റോമൈസേഷൻ ഓഫ് ഹൈഡ്രജൻ. Enthalpy of atomization of hydrogen. Okay, so please try to understand what is meant by enthalpy of atomization, isn't it? It's energy associated with when 1 mole of a given substance dissociate into gaseous atoms is known as enthalpy of atomization. അപ്പോൾ ഈ കേസ് നിങ്ങൾക്ക് അറിയാം, നമ്മൾ ഹൈഡ്രജൻ്റെ കേസ് എക്സാമ്പിൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. സിമിലർലി ഞാൻ വേറൊരു കേസ് പറയുന്നു. നോക്കൂ കുട്ടികളെ, നെക്സ്റ്റ് കേസ് ഐ എം ജസ്റ്റ് കൺസിഡറിങ് CH4 മോളിക്യൂൾ. CH4 മോളിക്യൂളിൻ്റെ എല്ലാവർക്കും അറിയാം എങ്ങനെയാണ് അയാളുടെ സ്ട്രക്ചർ എന്ന്. നോക്കൂ, ഒരു CH4 മോളിക്യൂൾ ഞാനിവിടെ കൺസിഡർ ചെയ്യുകയാണ്. വി ഹാവ് എ CH4 മോളിക്യൂൾ അല്ലേ, CH4 മോളിക്യൂൾ. അപ്പം ഞാൻ ഇവിടെ ഇയാളെ ബോണ്ട് എല്ലാം കൂടെ ബ്രേക്ക് ചെയ്യാൻ പോവുകയാണ്. അങ്ങനെ ഞാൻ ആ ബോണ്ട് എല്ലാം കൂടെ ബ്രേക്ക് ചെയ്തപ്പോൾ, ലിസൺ ഓൾ ഓഫ് യു പ്ലീസ്, ഞാൻ ഓരോ ബോണ്ട്സിനെയും ബ്രേക്ക് ചെയ്തു. ആസ് എ റിസൾട്ട് എനിക്ക് എന്താ കിട്ടിയെന്ന് ചോദിച്ചാൽ, ഒരു കാർബൺ ഗ്യാസിനെയും കിട്ടി, പ്ലസ് വാട്ട് നെക്സ്റ്റ് യു ഗോട്ട് 4 H ഗ്യാസിനെയും കിട്ടി. ഓക്കെ, സി വാട്ട് ഐ ഡിഡ് ദെയർ. ഞാൻ എന്താ ചെയ്തത്, ഞാൻ ഈ പറയുന്ന കാർബൺ ഹൈഡ്രജൻ ബോണ്ടിനെ എല്ലാം കൂടെ എടുത്ത് സ്പ്ലിറ്റ് ചെയ്ത് ഓടിച്ച് മടക്കി, ഇസ്ന്റ് ഇറ്റ്, എല്ലാവരെയും സെപ്പറേറ്റ് മാറ്റി. വാട്ട് ഐ ഡിഡ്, ഓരോ ആറ്റത്തിനെയും സെപ്പറേറ്റ് ചെയ്തു. ഓരോ ആറ്റത്തിനെയും സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി
നമ്മളിവിടെ സ്പെൻഡ് ചെയ്ത ഈ എനർജിയെ നമുക്ക് വിളിക്കാവുന്ന പേര് എൻതാൽപ്പി ഓഫ് അറ്റോമൈസേഷൻ. അപ്പോൾ ഇവിടെ മൊത്തം ഞാൻ ഉപയോഗിച്ച എനർജി, ഈ ടോട്ടൽ പ്രോസസ്, ഈ CH4നെ ഇല്ലാതാക്കാൻ വേണ്ടി ഞാൻ ഉപയോഗിച്ച എനർജി 44 കലോറിയാണെന്ന് വിചാരിക്കുക. ഹൗ മച്ച് കലോറി? ലെറ്റ്സ് ഇമാജിൻ. ഐ ഡോണ്ട് നോ വാട്ട്സ് എക്സാക്ട് വാല്യൂ. ഇറ്റ്സ് നോട്ട് ദ എക്സാക്ട് വാല്യൂ, ജസ്റ്റ് ഐ മെൻഷൻ ആൻ എക്സാമ്പിൾ. അപ്പോൾ ഇവിടെ നമ്മൾ 44 കലോറി ഉപയോഗിച്ചു വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ 44 കലോറി നമ്മൾ ഉപയോഗിച്ചത് ഓരോ കാർബൺ ഹൈഡ്രജൻ ബോണ്ടിനെയും ബ്രേക്ക് ചെയ്യാനല്ലേ കുട്ടികളെ? അങ്ങനെയാണെങ്കിൽ ഒരു കാർബൺ ഹൈഡ്രജൻ ബോണ്ട് ബ്രേക്ക് ചെയ്യാൻ നമ്മൾ എത്ര എനർജി അവിടെ കൊടുത്തത്? 11 കലോറി എനർജിയാണ് അതിനു വേണ്ടി കൊടുത്തത്. ഇസ്ന്റ് ഇറ്റ്? സോ പ്ലീസ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ്. പക്ഷേ ഇപ്പോൾ നമ്മൾ പറയുന്നത് ആരെക്കുറിച്ചിട്ടാണ്? ബോണ്ട് എൻതാൽപ്പിയെ കുറിച്ചിട്ടല്ല. അതുകൊണ്ട് നമ്മൾ അതിനെക്കുറിച്ച് അധികം ബോധേണ്ട കാര്യമില്ല. ഫോർ ദ ടൈം ബീയിങ് സ്റ്റുഡൻസ്, പ്ലീസ് യു ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് വാട്ട്സ് ദ മീനിങ് ഓഫ് അറ്റോമൈസേഷൻ. ഇസ്ന്റ് ഇറ്റ്? ഒരു കോമ്പൗണ്ടിലുള്ള ആറ്റത്തിനെ എല്ലാം കൂടെ സെപ്പറേറ്റ് ചെയ്യുന്ന ആ പ്രോസസ്സിനെ നമ്മൾ വിളിച്ച പേരാണ് എന്ത്? അറ്റോമൈസേഷൻ. ആൻഡ് തീർച്ചയായും ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്യുമ്പോൾ, ഇങ്ങനെ ബ്രേക്ക് ചെയ്യുമ്പോൾ എല്ലാ ബ്രേക്കിങ്ങിനും എന്ത് ആവശ്യമാണ്? എനർജി ആവശ്യമാണ്. ആ എനർജി ആ ബ്രേക്ക് ചെയ്യുമ്പോൾ നടക്കുന്ന, അല്ലെങ്കിൽ അതിന് എത്രത്തോളം എനർജി ആവശ്യമാണ്, അതിന് നമ്മൾ വിളിച്ച പേരാണ് എൻതാൽപ്പി ഓഫ് അറ്റോമൈസേഷൻ. ഓക്കെ, സോ യു പ്ലീസ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് വാട്ട്സ് ദ മീനിങ് ഓഫ് എൻതാൽപ്പി ഓഫ് അറ്റോമൈസേഷൻ. Say once again, what is enthalpy of atomization? Energy required, isn't it? For what? So let us read that. The change in enthalpy associated with the process where one mole of a given substance dissociates into gaseous atom. It is called the enthalpy of atomization. Okay? Next, ഞാൻ പറഞ്ഞു ഈ സെഷനിൽ ഞാൻ 2 ടേംസാണ് പറയുന്നത്. ഞാൻ പറഞ്ഞത് ഒന്നേ ആയുള്ളൂ, എൻതാൽപ്പി ഓഫ് അറ്റോമൈസേഷൻ മാത്രമേ ഉള്ളൂ. അടുത്ത ടൈം കുട്ടികളെ ഞാൻ പറയാൻ പോകുന്നത് എല്ലാവർക്കും പരിചയമുള്ള പേരാണ്, എല്ലാവരും കേട്ടിട്ടുള്ള പേരാണ്. ആൻഡ് വാട്ട് ഈസ് ദാറ്റ് കോൾഡ്? ലാറ്റിസ് എൻതാൽപ്പി. ഇസ്ന്റ് ഇറ്റ്? തീർച്ചയായും നിങ്ങൾ ഓരോ ആൾക്കാരും ലാറ്റിസ് എൻതാൽപ്പി കേട്ടിട്ടുണ്ട് എന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല. ബിക്കോസ് നിങ്ങൾ പഠിച്ചു കെമിക്കൽ ബോണ്ടിങ് എന്ന് പറയുന്ന ചാപ്റ്റർ. കെമിക്കൽ ബോണ്ടിങ് മാത്രമല്ല, നിങ്ങൾ പിന്നീട് എസ് ബ്ലോക്ക് പഠിച്ചു. ആ എസ് ബ്ലോക്കിൽ നിങ്ങൾ സോലുബിലിറ്റിയെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. ആ സോലുബിലിറ്റിയിൽ നമുക്കറിയാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടറാണ് എന്ന് പറയുന്നത് ലാറ്റിസ് എൻതാൽപ്പി എന്ന് പറയുന്നത്. ഇസ്ന്റ് ഇറ്റ്? അപ്പം നമുക്ക് ഇനി കണ്ട അടുത്ത ടൈം തീർന്നില്ല. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ലാസ്റ്റ് എൻതാൽപ്പിയാണെന്ന്. അല്ല, ഇനിയും 2 എൻതാൽപ്പി ടൈംസ് കൂടെ വരേണ്ടതായിട്ടുണ്ട്. പക്ഷേ ഈ ഒരു പാർട്ടിൽ, ഈ ഒരു ഡിസ്കഷൻ പാർട്ടിൽ ഞാൻ പറഞ്ഞു വരുന്നത് അടുത്തത് ലാറ്റിസ് എൻതാൽപ്പിയാണ്. തീർച്ചയായും ഈ ലാറ്റിസ് എൻതാൽപ്പി നിങ്ങൾ ഓരോ ആൾക്കാരും പരിചയമുള്ളതാണ്. കാരണം നിങ്ങളെല്ലാവരും കെമിക്കൽ ബോണ്ടിങ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ ബോൺ ഹേബർ സൈക്കിൾ എന്നൊരു സംഭവം പഠിച്ചിട്ടുണ്ട്. ഓക്കെ, വാട്ട്സ് ദാറ്റ്? ബോൺ ഹേബർ സൈക്കിൾ. അപ്പോൾ അതിലേക്ക് നമുക്ക് വരാം. അപ്പോൾ നമ്മൾ അടുത്ത് സംസാരിക്കാൻ പോകുന്ന എൻതാൽപ്പി ടൈം, ഇറ്റ് ഈസ് നത്തിങ് എൽസ് കോൾഡ് ലാറ്റിസ് എൻതാൽപ്പി. കുട്ടികളെ, എന്താണ് ലാറ്റിസ് എൻതാൽപ്പി? ഓക്കെ, അപ്പോൾ ശരിക്കും ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു ഡെഫിനിഷൻ ബോർഡിൽ എഴുതിയിട്ടുണ്ട്. ആ ഡെഫിനിഷൻ നമുക്ക് പിന്നീട് വരാം. ലെറ്റ് മീ ഗോ ടു അനദർ ബോർഡ്, ദെൻ ഐ വിൽ ഡിസ്കസ് ദെയർ ബോൺ ഹേബർ സൈക്കിൾ, ദെൻ ഐ വിൽ കം ടു ലാറ്റിസ് എൻതാൽപ്പി. അപ്പോൾ ഈ ലാറ്റിസ് എൻതാൽപ്പി ടേം എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി നമ്മുടെ കെമിക്കൽ ബോണ്ടിങ് പഠിച്ച അയണിക് ബോണ്ട് ഫോർമേഷൻ നമ്മളൊന്ന് റിക്കളക്ട് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഹൗ ദ ഫോർമേഷൻ ഓഫ് സോഡിയം ക്ലോറൈഡ്. തീർച്ചയായിട്ടും നമ്മൾ സോഡിയം ക്ലോറൈഡിൻ്റെ ഫോർമേഷൻ എഴുതി ഇങ്ങനെയാണ്. സോ സോഡിയം വി ഹാവ് ഇയാൾ സോളിഡാണ്, പ്ലസ് വി ഹാവ് ഹാഫ് Cl2, ഗ്യാസ് ആണ്. what do you get there? You are getting NaCl solid. അപ്പോൾ നമ്മൾ എഴുതിയിരിക്കുന്നത് പോലെ വളരെ സിമ്പിളായിട്ടുള്ളൊരു പ്രോസസ്സ് അല്ല ഇവിടെ നടക്കുന്നത്. കാരണം നിങ്ങൾക്കറിയാം, ഇത് നമ്മൾ എല്ലാം കൂടെ ചേർത്ത് ചുരുക്കി അങ്ങ് എഴുതിയിരിക്കുകയാണ്. ബട്ട് ശരിക്കും ഒരു കോമ്പൗണ്ട് ഉണ്ടാകുമ്പോൾ ഇത്തരത്തിൽ വളരെ സിമ്പിൾ അല്ല റിയാക്ഷൻ. ആദ്യം എന്ത് ചെയ്യണം? നമ്മുടെ സോഡിയം സോളിഡ് എന്തായി മാറണം കുട്ടികളെ? ഇറ്റ് ഷുഡ് ചേഞ്ച് ഇൻ ടു സോഡിയം ഗ്യാസായി മാറണം. സോഡിയം ഗ്യാസിൽ നിന്നും അടുത്ത സ്റ്റെപ്പിൽ സോഡിയം പ്ലസ് ഗ്യാസ് എന്ന് പറയുമ്പോൾ കാറ്റയോൺ ഉണ്ടാവണം, Na പ്ലസ് ഗ്യാസ് ഉണ്ടാവണം, അല്ലേ? അതുപോലെ നമ്മൾ Cl2, ആദ്യം Cl2 രണ്ട് ഒരുമിച്ചിരിക്കുകയായിരുന്നു. അതിൽ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് ഒരു Cl വേണം. സോ വി നീഡ് 1 Cl ഗ്യാസ്. എന്നിട്ട് Cl എന്ത് ചെയ്യുന്നു? നമ്മൾ ഇവിടുന്ന് ഒരു ഇലക്ട്രോൺ അങ്ങോട്ട് കൊടുത്തിരുന്നു.
ആ ഇലക്ട്രോണിനെ ഇയാൾ അക്സെപ്റ്റ് ചെയ്യും. അങ്ങനെ അക്സെപ്റ്റ് ചെയ്ത് അയാൾ ആരായി മാറും കുട്ടികളെ? Cl- ആയി മാറും. അപ്പോൾ ഇവിടെ പരസ്പരം ഇവർ എന്ത് ചെയ്തു? അങ്ങോട്ട് കൊടുക്കുകയും വാങ്ങുകയൊക്കെ ചെയ്തു. ഇവർക്ക് സെപ്പറേറ്റ് നടന്നു പോകാൻ പറ്റത്തില്ല. കൊടുക്കുകയും വാങ്ങുകയും ചെയ്തു കഴിഞ്ഞാൽ ഇനി ഇവർ ഒരുമിച്ച് നടക്കുകയുള്ളൂ. ഓക്കെ, സോ വാട്ട് ഹാപ്പൻസ് ഫ്രം ഇയർ ഓൺവേർഡ്സ്? Na+ അതിൻ്റെ കൂടെ തന്നെ ആര്? Cl- രണ്ടുപേരും അങ്ങ് ഒരുമിച്ച് ചേരും. ഓക്കെ, നൗ സി ഇതിൽ ഓരോ ആൾക്കാരുടെയും പേര് നമ്മൾ അവിടെ പഠിച്ചതാണ്. ബട്ട് വൺസ് അഗൈൻ ഐ വിൽ ഡിസ്കസ് ഹിയർ. ആദ്യത്തെ ആൾ നിങ്ങൾ പറയണം സോളിഡ് ഗ്യാസ് ആയി മാറുകയാണ്. വാട്ട് യു കോൾ ഫോർ ദാറ്റ്? യെസ്, യു ആർ റൈറ്റ്, absolutely right. What is that? Enthalpy of vaporization. അപ്പോൾ ഇവിടെ ഒന്നാമത്തെ എനർജീൻ്റെ പേര് enthalpy of vaporization. I am writing here. First one is enthalpy of vaporization. തീർച്ചയായും നിങ്ങൾക്കറിയാം എന്തുകൊണ്ട് നിങ്ങൾ പറഞ്ഞു എന്ന് ചോദിച്ചാൽ ഇവിടെ ഈ സ്റ്റെപ്പിൽ സോളിഡ് ആരായി മാറുകയാണ്? ഗ്യാസ് ആയി മാറുകയാണ്. ഓക്കെ, യു ആർ അബ്സല്യൂട്ട്ലി റൈറ്റ്. നെക്സ്റ്റ്, രണ്ടാമത്തെ എനർജി. വാട്ട് യു കോൾ ഫോർ ദിസ്? കുട്ടികൾ എല്ലാവരും ശ്രദ്ധിക്കുക. ഇവിടെ നമ്മുടെ സോഡിയം ഗ്യാസ് ആയിരുന്നു. ആ സോഡിയം ഗ്യാസ് എന്തായി മാറി? അത് ഒരു ഇലക്ട്രോൺ നഷ്ടപ്പെടുത്തി Na+ ആയി മാറി. അല്ലെങ്കിൽ നമുക്കറിയാം നമ്മുടെ സോഡിയത്തിൻ്റെ കോൺഫിഗറേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ വാട്ട് ഈസ് ദ കോൺഫിഗറേഷൻ ഓഫ് സോഡിയം? സോഡിയം കോൺഫിഗറേഷൻ ഈസ് 2,8,1. ഈ 2,8,1 നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? ഒരു ഇലക്ട്രോൺ റിമൂവ് ചെയ്യണം, ഇസ്ന്റ് ഇറ്റ്? അപ്പോൾ ഒരു ഇലക്ട്രോൺ റിമൂവ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ എപ്പോഴും റിമൂവ് ചെയ്യണമോ ബ്രേക്ക് ചെയ്യണമോ അവിടെ എനർജി ആവശ്യമാണ്, എനർജി റിക്വയർഡ് ആണ്. ആൻഡ് യു നോ വാട്ട് ഈസ് ദാറ്റ് എനർജി കോൾഡ് as? What do you call for that energy? That energy is called as ionization enthalpy. Speak out. Ionization enthalpy. ആക്ച്വലി ഈ ടേം ഞാൻ പറയേണ്ടതല്ല, നിങ്ങൾ ഓൾറെഡി എൻതാൽപ്പി എന്നുള്ള ടേം നേരത്തെ കേട്ടിട്ടുണ്ട്. അവിടെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഈ അയണൈസേഷൻ എൻതാൽപ്പി തന്നെ പറയണമെന്ന് നിർബന്ധമില്ല, അയണൈസേഷൻ എനർജി എന്ന് തന്നെ പറഞ്ഞാൽ മതി. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ഈ എൻതാൽപ്പി എന്ന് പറയുന്ന ഒരു പുതിയൊരു ടേമൊന്നും അല്ല. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള അയണൈസേഷൻ എനർജി, ആ എനർജി എന്ന ടേമിന് പകരം ആണ് നമ്മൾ ഈ എൻതാൽപ്പി അവിടെ കൊണ്ടുവച്ചേക്കുന്നത്. എനിവേ, വാട്ട് യു സേ ഫോർ ദിസ് എനർജി? ദിസ് ഈസ് കോൾഡ് ആസ് ionization enthalpy. Okay, let me write. Second one is ionization enthalpy. Okay, now let's come to this. Chlorine. രണ്ട് ക്ലോറിൻ ആയിരുന്നു. അതിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യിച്ചു, ഒരു ക്ലോറിൻ ആക്കി മാറ്റി. വാട്ട് ഈസ് ദാറ്റ് എനർജി കോൾഡ്? യെസ്, ഇറ്റ് ഈസ് കോൾഡ് enthalpy of atomization. Okay, I am not talking in quantitative manner regarding this Born-Haber cycle right now. I am just talking qualitative thing. Okay, appo idinte pere മൂന്നാമത്തെ ആളുടെ പേര്, all of you please try to see that chlorine എന്ന് പറയുന്ന diatomic speciesനെ നമ്മൾ ബ്രേക്ക് ചെയ്തു, അതിൽ നിന്ന് ഒരു ക്ലോറിൻ ആറ്റത്തെ കൊണ്ടുവന്നു. What we say for that? You can call two name for that: bond dissociation enthalpy, or you can call it as enthalpy of atomization. So third point, we have enthalpy of atomization. Enthalpy of atomization. And next, chlorine changes into Cl-. See, chlorine Cl- ആവണമെന്ന് പറയുമ്പോൾ അത് ഒരു ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്യല്ലേ വേണ്ടത്? ഒരു ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്യുമെന്ന് പറയുമ്പോൾ തീർച്ചയായും നിങ്ങൾക്കറിയാം it is gaining electron. An energy associated with the gaining is called, yes, you're right, electron gain enthalpy, isn't it? So what is the fourth energy? Fourth energy is called electron gain enthalpy. Electron gain enthalpy. And now we have, നോക്കൂ, ഇനി മുതൽ അങ്ങോട്ടേക്ക് നമ്മുടെ Na+ ഇവിടെയുണ്ട്, Cl- ഉണ്ട്. ഇവർ രണ്ടും പരസ്പരം ഒരുമിച്ചാണ് ഇനിയുള്ള യാത്ര, ഒരുമിച്ചാണ് അവരിയ്ക്കുന്നത്, അല്ലേ? സോ ടു ഓപ്പോസിറ്റ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾസ്, ദേ ആർ കമ്മിങ് ക്ലോസർ, ദേ ആർ ഹെൽഡ് ടുഗദർ, ഇസ്ന്റ് ഇറ്റ്? അല്ലേ? അവർ തമ്മിൽ പിടിച്ചു നിർത്തുന്ന ആ ഫോഴ്സ്, അതിന് നമ്മൾ വിളിക്കുന്ന പേരാണ്
It is lattice enthalpy. So what is lattice enthalpy? It is the energy, okay, liberated when two oppositely charged particles come closer to form the lattice. എന്ന് പറയാം. അല്ലെങ്കിൽ it is the energy required to break the lattice. Both the way you can explain. Doesn't matter. രണ്ട് ഓപ്പോസിറ്റ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾസ് അടുത്ത് വരുമ്പോൾ റിലീസ് ചെയ്യപ്പെടുന്ന എനർജി, അല്ലെങ്കിൽ അടുത്തിരിക്കുന്ന രണ്ട് ഓപ്പോസിറ്റ് ചാർജ് പാർട്ടിക്കിളിനെ അകറ്റാൻ ആവശ്യമായ എനർജി, അതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് കുട്ടികൾ എന്തെന്ന് പറയുന്നത്, ലാറ്റിസ് എൻതാൽപ്പി എന്ന് പറയുന്നത്. ഡെഫിനറ്റ്ലി ഈ ലാറ്റിസ് എൻതാൽപ്പിൻ്റെ കോൺസിക്വൻസ് നിങ്ങൾ എവിടെ ഇനോർഗാനിക് കെമിസ്ട്രി പഠിച്ചിട്ടുണ്ടാകും. വെനെവർ യു ഡിസ്കസ്ഡ് അബൌട്ട് സ്റ്റെബിലിറ്റി, whenever you discussed about polarization, all those things you might have seen already there. So we are not talking, we are just introducing what is the concept called lattice enthalpy. So please try to understand, this is Born-Haber cycle which you studied in your chemical bonding, and in that chemical bonding you are already familiar with what is lattice enthalpy. Once again I tried myself to bring out that term. Okay, definitely you have seen what is the term by lattice enthalpy. You please tell me what is the meaning of lattice enthalpy. It is energy released when two oppositely charged particles come closer to form a lattice, or it is energy required to break the lattice. Okay, then let's come to the point. Let's come to the point. Yeah. What is the definition of lattice enthalpy? See, lattice enthalpy of an ionic compound is enthalpy change which occurs when one mole of an ionic compound dissociate into its ions, isn't it? ഒരുമിച്ചിരിക്കുന്ന ആ സോളിഡിനെ നമ്മൾ പിടിച്ചു മാറ്റി അയോൺസ് ആക്കി മാറ്റുമ്പോൾ ആവശ്യമായ എനർജിയാണ് നമ്മൾ എന്ത് പറഞ്ഞത്, ലാറ്റിസ് എൻതാൽപ്പി എന്ന് പറഞ്ഞത്. ഓക്കെ, നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ എൻതാൽപ്പീസും ഓൾറെഡി കവർ ചെയ്തിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ നമുക്ക് ഇനിയും എന്ത് ചെയ്യേണ്ടതുണ്ട്, രണ്ട് ഇമ്പോർട്ടൻറ്റ് എൻതാൽപ്പി ടേംസും കൂടെ കാണേണ്ടതായിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായും നെക്സ്റ്റ് സെഷനിൽ നമ്മൾ ആ എൻതാൽപ്പി ടേംസിനെ അവിടെ കാണുന്നതായിരിക്കും.